ലോകമെമ്പാടും ഉറ്റുനോക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഇന്ന് ആരംഭിക്കുകയാണ്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടി പല നിർണായക തീരുമാനങ്ങൾക്കും വഴിയൊരുക്കും. ഖത്തറിലെ ദോഹയിലാണ് ഉച്ചകോടി നടക്കുന്നത്. അതിനുമുണ്ട് അതിൻ്റേതായ അർത്ഥം. ഇസ്രായേൽ ആക്രമിച്ച ഖത്തറിലെ ദോഹയിൽ ഉച്ചകോടി നടക്കുമ്പോൾ അറബ് രാജ്യങ്ങളെല്ലാം ഗോദയിലേക്ക് ഇറങ്ങുന്നു. ഖത്തറിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയത് തങ്ങളുടെ നാടിന് നേർക്കുണ്ടായ ആക്രമണമായിട്ടാണ് അറബ് രാജ്യങ്ങൾ എല്ലാം കാണുന്നത്. ഒരു തരത്തിലുള്ള പിന്തുണയും ഇനി ഇസ്രായേലിന് അറബ് രാജ്യങ്ങൾ കൊടുക്കില്ല എന്നുള്ളത് വ്യക്തം. മാത്രമല്ല, അമേരിക്കയോട് എന്ത് നിലപാടാകും അറബ് രാജ്യങ്ങൾ ഉച്ചകോടിയിൽ എടുക്കുക എന്നുള്ളതും ശ്രദ്ധേയം. സാധാരണ ഉച്ചകോടിയിൽ അറബ് രാജ്യങ്ങൾ പങ്കെടുക്കും, കുഴിമന്തി കഴിച്ച് പിരിയും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. കുഴിമന്തി കഴിക്കും, പിരിഞ്ഞു പോകും. ഇപ്പോൾ അങ്ങനെയല്ല. ഖത്തറിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ. വേണ്ടി വന്നാൽ വീണ്ടും ആക്രമണം നടത്തുമെന്ന് നെതന്യാഹു പറയുന്നു. ഇത്തവണ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ശക്തമായ തിരിച്ചടി കൊടുക്കുന്ന നിലപാടുകളാകും അറബ് ഉച്ചകോടിയിൽ എടുക്കുക എന്നുള്ളത് വ്യക്തം. റഷ്യയുടെയും ചൈനയുടെയും ഇറാന്റെയും പ്രതിനിധികൾ അറബ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അറബ് ഉച്ചകോടി മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം ശ്രദ്ധേയമായിരിക്കും: സ്വതന്ത്ര പലസ്തീൻ. ഇതുവരെ അറബ് രാജ്യങ്ങൾ അത് ആവശ്യപ്പെട്ടിട്ടില്ല. ഹമാസും ഇസ്രായേലും കിടന്ന് തല്ലുകൂടുമ്പോൾ അറബ് രാജ്യങ്ങൾ കാഴ്ചക്കാരായി നിന്നു. ഒടുവിൽ കാഴ്ചക്കാരെ തേടിയെത്തി ഇസ്രായേൽ. അതാണ് സംഭവിച്ചത്. ഉച്ചകോടി കഴിയുമ്പോൾ US സൈനിക താവളങ്ങൾ അറബ് നാടുകളിൽ നിന്ന് ഒഴിപ്പിക്കാൻ നിർദ്ദേശം വരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അറബ് രാജ്യങ്ങൾ അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ഇനി വിശ്വസിക്കില്ല. ഖത്തറിൽ ആക്രമണം നടത്തിയപ്പോൾ ഇത്രയും ദൂരം വിമാനങ്ങൾ പറന്നു വന്ന്, ഇസ്രായേലിൽ നിന്ന് ഇത്രയും ദൂരം വിമാനങ്ങൾ പറന്നു വന്ന് ഖത്തറിൽ ആക്രമണം നടത്തിയപ്പോൾ അമേരിക്ക എവിടെ പോയി? ഈ ചോദ്യത്തിന് വലിയൊരു പ്രസക്തിയുണ്ട്. ഇതിനർത്ഥം അമേരിക്കയുടെ അറിവോടുകൂടി തന്നെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ്. മാത്രമല്ല, റഷ്യൻ സൈനിക താവളങ്ങൾ അറബ് നാടുകളിൽ തുറക്കാൻ റഷ്യയ്ക്ക് താല്പര്യമുണ്ട്. ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാകുന്നു. ഉച്ചകോടി കഴിഞ്ഞാൽ അതിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനം വരും. ഉച്ചകോടി കഴിയുമ്പോൾ ഏറ്റവും വലിയ ഹീറോയായി മാറുന്നത് ഇറാനാണ്. അമേരിക്കയുടെ നേർക്ക് നിന്ന് പൊരുതാൻ കഴിവുള്ള പശ്ചിമേഷ്യയിലെ ഏകരാജ്യം ഇറാനാണ്. അവരത് കഴിഞ്ഞ യുദ്ധത്തിൽ തെളിയിച്ചു കൊടുത്തു. ഇറാന്റെ പിന്നിൽ അണിനിരക്കാൻ അറബ് രാജ്യങ്ങൾ നിർബന്ധിതരായി തീരും. ഈ സാഹചര്യത്തിൽ ഇറാൻ, റഷ്യ, ചൈന അച്ചുതണ്ട് ശക്തമായിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ബ്രിക്സ് ഉച്ചകോടി തന്നെ അമേരിക്കയെ തകർക്കാനുള്ള ഉച്ചകോടിയായിരുന്നു. ഡോളറിന് ബദലായി ബ്രിക്സ് കറൻസി ഇറക്കാൻ ആ ഉച്ചകോടിയിൽ ധാരണയുണ്ടായിരുന്നു. ഇതൊക്കെ അമേരിക്കയെ ഭയപ്പെടുത്തുന്നു. ആ ഭയമാണ് അമേരിക്കയെ നയിക്കുന്നത്. പക്ഷേ എന്തൊക്കെ ഉണ്ടായാലും ഇസ്രായേലിനെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി അമേരിക്ക എല്ലാ ധാർമ്മികതയും മറക്കുന്നു. ഖത്തറും അമേരിക്കയും തമ്മിലൊക്കെ വർഷങ്ങളായി ബന്ധമായിരുന്നെ. വർഷങ്ങളായി സുദൃഢമായ ബന്ധം. ഖത്തറിലാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമുള്ളത്. അവിടെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്നിട്ട് പോലും ഒന്ന് അപലപിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല ട്രംപ്. ഇസ്രായേൽ അമേരിക്കയുടെ പ്രോക്സി ഗ്രൂപ്പാണ്. അവരെ സംരക്ഷിക്കേണ്ടത് അമേരിക്കയുടെ കടമയാണ്. അത് അമേരിക്ക ചെയ്യുന്നു എന്ന് മാത്രം. എന്തായാലും അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകും. സാധാരണ ഉച്ചകോടി പോലെ കുഴിമന്തി കഴിച്ച് പിരിഞ്ഞു പോകില്ല അറബ് ഇസ്ലാമിക് രാജ്യങ്ങളിലെ പ്രതിനിധികൾ. അവരിപ്പോൾ അറിഞ്ഞിരിക്കുന്നു തങ്ങളുടെ നിലനിൽപ്പും അപകടത്തിലാണെന്ന്. ഇനി അവരുടെ നാട്ടിൽ വല്ല ഹമാസ് നേതാവുണ്ടെങ്കിൽ അവിടെ കയറി ആക്രമിക്കും ഇസ്രായേൽ. അതാണിപ്പോൾ ഇസ്രായേലിന്റെ രീതി. ലോകത്ത് ഈ അറബ് രാജ്യങ്ങളിലൊക്കെ ഹമാസ് നേതാക്കൾ അവിടെയൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കയറി ആക്രമിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സ്വന്തം രാജ്യത്തിന് അസ്ഥിരതയുണ്ടാകും. അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അറബ് രാജ്യങ്ങൾ. ഇതുവരെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ജയ് വിളിച്ചത് വെറുതെയായെന്ന് അറബ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതാണ് ഈ യുദ്ധത്തിന്റെ പര്യവസാനം. എന്തായാലും 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടി, അതിൽ പല പ്രശ്നങ്ങളും പൊങ്ങി വരും.
പല ചർച്ചകളും ഉണ്ടാകും, ചൂടേറിയ ചർച്ചകൾ തന്നെ ഉണ്ടാകും. പതിവിന് വിരുദ്ധമായി റഷ്യയും ചൈനയും പ്രതിനിധികളെ അയച്ചിരിക്കുന്നു. ചൈനയ്ക്കും ആഗ്രഹമുണ്ട് അറബ് നാട്ടിൽ സൈനിക താവളം തുറക്കാൻ. റഷ്യക്കാണ് അതിൻ്റെ തിടുക്കം. എന്തായാലും അമേരിക്കൻ സൈനിക താവളങ്ങൾ ഒഴിപ്പിക്കാനുള്ള തീരുമാനം അറബ് രാഷ്ട്രങ്ങൾ കൈക്കൊള്ളും എന്നുള്ളത് ഉറപ്പാണ്. അതിലേക്കുള്ള ചർച്ചകൾ പോകും. മാത്രമല്ല, ഇറാന് പിന്നിൽ അണിനിരക്കാൻ ഔദ്യോഗികമായി അറബ് രാഷ്ട്രങ്ങൾ തീരുമാനിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് ഈ ഉച്ചകോടിയിൽ നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉച്ചകോടി അമേരിക്കയും ഇസ്രായേലും വളരെ കൗതുകത്തോടുകൂടിയും ജാഗ്രതയോടുകൂടിയും നോക്കുന്നു. ഉച്ചകോടിയിൽ അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ എടുക്കുന്ന തീരുമാനം അതവരുടെ സമ്പദ്ഘടനയെ പോലും ബാധിക്കുന്ന തീരുമാനമാണ്. സൗദി അറേബ്യയിൽ നിന്നും മറ്റും എണ്ണ ധാരാളമായി കൊണ്ടുപോകുന്നുണ്ട് അമേരിക്ക. എണ്ണപ്പാടങ്ങൾ തന്നെയുണ്ട് സൗദി അറേബ്യയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും. അവിടെ നിന്ന് എണ്ണ സുലഭമായി കൊണ്ടുപോകുന്നുണ്ട്. അവരെ സംരക്ഷിക്കാനെന്ന പേരിലാണ് അമേരിക്ക അവിടെയൊക്കെ സൈനിക താവളങ്ങൾ തുറന്നിരിക്കുന്നത്. എന്നാൽ ഖത്തറിലാണ് ഏറ്റവും വലിയ സൈനിക താവളം തുറന്നത്. എന്നിട്ട് ഖത്തറിനെ സംരക്ഷിക്കാൻ അമേരിക്ക തയ്യാറായില്ല. ഇസ്രായേലിൻ്റെ കാര്യത്തോടടുക്കുമ്പോൾ അമേരിക്ക കൈവിടും. അത് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതുവരെ അമേരിക്കയോടും ഇസ്രായേലിനോടും സൗഹൃദപൂർവമായ സമീപനമാണ് അറബ് രാജ്യങ്ങൾ കൈക്കൊണ്ടത്. ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചപ്പോഴും അറബ് രാജ്യങ്ങൾ നിശബ്ദത പാലിച്ചു, അർത്ഥമുള്ള നിശബ്ദത. ഇറാൻ തിരിച്ചടിച്ച് യുദ്ധത്തിൽ വിജയം നേടിയപ്പോഴും നിശബ്ദത പാലിച്ചു. ഈ നിശബ്ദത പേടിയുടെ നിശബ്ദതയാണ്. അമേരിക്കയെ പേടിച്ചു അറബ് രാജ്യങ്ങൾ. പക്ഷെ ഇനി പേടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനിയും പേടിച്ചിരുന്നാൽ ഇസ്രായേൽ കയറി നിരങ്ങും, നെഞ്ചത്ത് കയറി നിരങ്ങും. അതാണ് ദോഹയിൽ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇസ്രായേലിന്റെ ആക്രമണം നടന്ന ദോഹയിൽ തന്നെ അറബ് ഇസ്ലാമിക് ഉച്ചകോടി ചേരുന്നത് ശ്രദ്ധേയമാണ്. അത് അറബികളുടെ ഒരു പ്രതികാരമാണ്. അറബികൾ അവിടെ തന്നെ ചേരുന്നു എന്ന് മാത്രമല്ല, തങ്ങളുമായി ബന്ധമുള്ള രാജ്യങ്ങളിലെ പ്രതിനിധികളെ വിളിച്ച് വരുത്തിയിരിക്കുന്നു. സ്വതന്ത്ര പാലസ്തീൻ എന്ന ആശയം ഇത്തവണ അറബികൾ ശക്തമായി ഉന്നയിക്കും. അമേരിക്കൻ സൈനിക താവളങ്ങൾ തങ്ങളുടെ നാടുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന ആശയവും ഒഴിഞ്ഞു അവർ ആവശ്യപ്പെടും. മാത്രമല്ല, ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തുന്നതിൻ്റെ ഭാഗമായി ഇറാനെ അവർ മുന്നിൽ നിർത്തുകയും ചെയ്യും. ഇറാന്റെ ഹീറോയിസം അവരിപ്പോൾ അംഗീകരിക്കുന്നു. പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് നേരെ നിന്ന് തല്ലുകൂടാൻ, അമേരിക്കയ്ക്ക് നേരെ നിന്ന് നെഞ്ചു നിവർത്തി തല്ലുകൂടാൻ ഇറാന് മാത്രമേ കഴിയുകയുള്ളൂ. ഇറാനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്തായാലും അറബ് ഇസ്ലാമിക് ഉച്ചകോടി, ആ ഉച്ചകോടി കഴിയുമ്പോൾ അമേരിക്കയും ഇസ്രായേലും പടമായി മാറും.